നമസ്കാരം. എവിടെ പോയാലും എന്ത് സത്യവാങ്മൂലം കൊടുത്താലും കേരളത്തിന് കൊടുക്കാൻ ഒന്നുമില്ല. കൃത്യമായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് നിർമ്മല സീതാരാമൻ. സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് സുപ്രീം കോടതിയിൽ കേരളത്തിൻ്റെ സത്യവാങ്മൂലം. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് കേന്ദ്രത്തിനെതിരെ കേരളം മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങൾ തെറ്റാണെന്ന് കേരളം സുപ്രീം കോടതിയിൽ നൽകിയ അഫിഡവിറ്റിൽ പറയുന്നു. 275 പേജുള്ള വിശദമായ സത്യവാങ്മൂലമാണ് കേരളം നൽകിയത്. കേരളം കടമെടുക്കുന്നത് കാരണം സമ്പദ് വ്യവസ്ഥ തകരുമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് കേരളം വിമർശനമുന്നയിക്കുന്നു. രാജ്യത്തിൻ്റെ മൊത്തം കടത്തിൻ്റെ 60% കേന്ദ്രത്തിൻ്റേതാണ്. ഇതിൻ്റെ 1.75% മാത്രമാണ് കേരളത്തിൻ്റെ കടമെന്നും സംസ്ഥാനം ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്രത്തിൻ്റെ ധന മാനേജ്മെൻറ്റ് മോശമാണെന്ന പരാതിയുമുണ്ട്. സങ്കുചിത മനസ്ഥിതിയോടെയാണ് കേന്ദ്രം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നും കേരളം സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഡോക്ടർ അമർത്യ സെൻ ഉൾപ്പെടെയുള്ള വിദഗ്ധർ കേരള മോഡലിനെ പ്രകീർത്തിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുമായി കേരളത്തിൻ്റെ സാഹചര്യം വിലയിരുത്താൻ കഴിയില്ല. പല വസ്തുതകളും മറച്ചുവെച്ചുകൊണ്ടാണ് കേന്ദ്രം ആരോപണം ഉന്നയിക്കുന്നതെന്നും കേരളം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. കേരളത്തിൻ്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ വിശദമായ കുറിപ്പ് നൽകിയിരുന്നു. ഈ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി നൽകിക്കൊണ്ടാണ് കേരളം സുപ്രീം കോടതിയിൽ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. കേന്ദ്രത്തിൻ്റെ ധന മാനേജ്മെൻറ്റ് മോശമാണ്. സമ്പദ് വ്യവസ്ഥ തകരുന്നത് കടമെടുക്കുന്നത് കാരണമല്ല. കേന്ദ്രത്തിൻ്റെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സത്യവാങ്മൂലത്തിൽ കേരളം പറയുന്നു. അതേസമയം കേരളത്തിന് കിട്ടിയ കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ പ്രസ്താവന തെറ്റാണെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നു. നികുതി വിഹിതം കേന്ദ്രത്തിൻ്റെ സൗജന്യമല്ല, സംസ്ഥാനത്തിൻ്റെ അവകാശമാണെന്നും നികുതി വിഹിതം കുറഞ്ഞു എന്ന ആക്ഷേപം ഒരിക്കലും ഉന്നയിച്ചിട്ടില്ല എന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. നികുതി വിഹിത ശതമാനം കണക്കാക്കിയതിൽ കേന്ദ്രം കേരളത്തോട് നീതികേട് കാണിച്ചു എന്ന് കേരള സർക്കാർ കുറ്റപ്പെടുത്തുന്നു. കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച കേന്ദ്ര ഗ്രാൻഡ് കണക്കുകൾ പെരുപ്പിച്ചു കാട്ടിയതാണ്. GST നഷ്ടപരിഹാരത്തുകയും കേന്ദ്ര ധനമന്ത്രി ഗ്രാൻഡിൽ ഉൾപ്പെടുത്തി. ധനകാര്യ കമ്മീഷന് മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കണമെന്ന ആവശ്യവും കേരളം മുന്നോട്ട് വച്ചിട്ടുണ്ട്. UPA ഭരണകാലത്തേക്കാൾ 224% അധികം നികുതി വിഹിതം കേരളത്തിന് നരേന്ദ്രമോദി സർക്കാർ നൽകി എന്നായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ അവകാശവാദം ഉന്നയിച്ചത്. കേരളത്തിന് കഴിഞ്ഞ 10 വർഷം കേന്ദ്രം നൽകിയ നികുതി വിഹിതത്തിൻ്റെയും ധനസഹായത്തിൻ്റെയും കണക്ക് എന്ന പേരിലാണ് പാർലമെൻറ്റിൽ ധനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. UPAയുടെ 10 കൊല്ലത്തിൽ കേരളത്തിന് 46,303 കോടി രൂപ ലഭിച്ചപ്പോൾ 2014-23 കാലത്ത് 1,50,140 കോടി രൂപ വിഹിതം നൽകിയെന്ന് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. കേന്ദ്ര ധനസഹായം UPA കാലത്ത് 25,629 കോടിയായിരുന്നുവെങ്കിൽ NDA കാലത്ത് ഇത് 1,43,117 കോടിയായി വർദ്ധിച്ചു എന്നും ധനമന്ത്രി പറഞ്ഞു. എന്നാൽ കണക്കുകളിൽ കൃത്രിമമുണ്ടെന്നാണ് കേരളം കുറ്റപ്പെടുത്തുന്നത്.